വിമതർ ഭരണം പിടിച്ചതിനു പിന്നാലെ സിറിയയിൽ വ്യാപക സംഘർഷമാണ്. കൊട്ടാരത്തിന് നേർക്ക് വെടിവെപ്പുണ്ടായി. ഡമാസ്കസിൽ ഇറാൻ എംബസിയും വിമതർ ആക്രമിച്ചു. ജനക്കൂട്ടം തെരുവിലിറങ്ങി പ്രതിമകൾ തകർക്കുകയാണ്. ജയിലുകൾ തകർത്ത് തടവുകാരെ മോചിപ്പിച്ചു. പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായി റഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. തലസ്ഥാന നഗരമായ ഡമാസ്കസ് പിടിച്ചെടുത്ത വിമതസേന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെയാണ് സിറിയയിൽ 5 പതിറ്റാണ്ട് നീണ്ട അസദ് ഭരണത്തിന് അവസാനമായിരിക്കുന്നത്. അഖിലശ്രീ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. അഖിലശ്രീ, ഇപ്പോൾ അസദ് ഭരണം അവസാനിച്ചിരിക്കുന്നു, പക്ഷേ സംഘർഷത്തിന്റെ വിവരങ്ങളാണ് മുഴുവനും സിറിയയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്? സ്മൃതി, തീർച്ചയായും സംഘർഷഭരിതമാണ് സിറിയ. 54 വർഷം നീണ്ട അസദ് ഭരണകൂടത്തിന്റെ കുടുംബവാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് പുതു സിറിയ എന്ന പ്രഖ്യാപനത്തോടെയാണ് വിമതർ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഇന്ന് ഇരച്ചു കയറിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇപ്പോൾ ഒരു സുഗമമായ അധികാര കൈമാറ്റം ഒന്നുപോലും സാധ്യമല്ലാത്ത രീതിയിലേക്ക് പ്രതിഷേധം എത്തിയിരിക്കുന്നത്. ഡമാസ്കസിലേക്ക് പ്രതിഷേധക്കാർ എത്തുന്നതിന് മുൻപേ തന്നെ ബാഷർ അൽ അസദ് രാജ്യം വിട്ടിരുന്നു. അദ്ദേഹം ഒരു വിമാനത്തിലാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇവരും അജ്ഞാത കേന്ദ്രത്തിൽ മാറിയിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ റഷ്യ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ, അതായത് വിമതരുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിലാണ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടതെന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറിയെന്നും സുഗമമായ അധികാര കൈമാറ്റത്തിന് തയ്യാറാണെന്ന് അറിയിച്ചതായും ഇപ്പോൾ റഷ്യ പറയുന്നുണ്ട്. എന്തായാലും പ്രതിഷേധക്കാർ കൊട്ടാരത്തിലേക്കും പ്രസിഡന്റിന്റെ കാര്യാലയങ്ങളിലേക്കും ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ബാഷർ അൽ അസദിന്റെ പിതാവിന്റെയും അദ്ദേഹത്തിന്റെയും ഛായാചിത്രങ്ങളും പ്രതിമകളും പ്രതിഷേധക്കാർ തച്ചു തകർത്തു. ഇവരുടെയൊക്കെ തന്നെ പ്രതിമകൾ നഗരത്തിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒക്കെ വലിച്ചിഴച്ചുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ജയിലുകളിൽ കൂട്ടത്തോടെ ജയിലുകളിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഇറാൻ എംബസിയും തകർത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു സംഘർഷഭരിതമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം വിമത നേതാവായ ജുലാനി അറിയിച്ചിരിക്കുന്നത് നിലവിൽ എല്ലാ ഭരണത്തിന്റെയും ഉത്തരവാദിത്വം പ്രസിഡന്റിന്റെ പ്രധാനമന്ത്രിക്ക് തന്നെയായിരിക്കും. പ്രധാനമന്ത്രി അധികാര കൈമാറ്റം നൽകിയാൽ മാത്രമേ തങ്ങൾ അധികാരം ഏറ്റെടുക്കൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി അധികാരം വിമതർക്ക് കൈമാറി ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ സംഘർഷങ്ങളിലേക്കാണ് സിറിയ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി, ശരി. സിറിയയിൽ പുതിയ യുഗമെന്ന് അൽ ജുലാനി പറയുമ്പോൾ അവിടെ സംഘർഷത്തിന്റെ വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.